അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന കടുത്ത നിലപാടുമായി ഇറാൻ രംഗത്തെത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര പ്രതിസന്ധി പുതിയൊരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഗാലിബാഫ് പ്രഖ്യാപിച്ചതോടെ ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്ത സമാധാന നീക്കങ്ങൾ പാളിയെന്ന് വ്യക്തമായിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേന ഹോർമുസ് കടലിടുക്കിന് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ എണ്ണ കപ്പലുകളെയും വാണിജ്യ കപ്പലുകളെയും തടയുന്ന അമേരിക്കൻ നീക്കം ഒരു നിശബ്ദ യുദ്ധത്തിന് തുല്യമാണെന്ന് ഗാലിബാഫ് കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു നൽകുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ കരുതുന്നുണ്ട്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന നിർണായകമായ ചർച്ചകൾ പരാജയപ്പെട്ടത് അന്താരാഷ്ട്ര സമൂഹത്തെ നിരാശയിലായിത്തീർക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത്രമേൽ ആഴത്തിലുള്ളതാണെന്ന് ഈ പരാജയം അടിവരയിടുന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടു പോകാൻ അമേരിക്കയോ ഇറാനോ തയ്യാറാകാത്തത് ഈ മേഖലയിലെ സമാധാന പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചു. ഭാവിയിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്ന കാര്യത്തിലും ഇറാന് വലിയ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉപരോധം പിൻവലിക്കാതെ ഇനി ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന കർക്കശ നിലപാടിലാണ് അവർ. ഈ തുറന്ന വെല്ലുവിളി ട്രംപിന്റെ വിദേശ നയത്തിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം നൽകുന്ന ആവർത്തിച്ചുള്ള ആക്രമണ ഭീഷണികളെയും ഇറാൻ പുച്ഛിച്ച് തള്ളുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ, ഞങ്ങൾ കീഴടങ്ങില്ല എന്ന ഗാലിബാഫിന്റെ പ്രസ്താവന ഇറാന്റെ ആത്മവിശ്വാസത്തെയും പ്രതിരോധ ശേഷിയുമാണ് കാണിക്കുന്നത്. സൈനികമായ ഭീഷണികളെക്കാൾ തങ്ങളുടെ പരമാധികാരത്തിനാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രാദേശിക അഗ്രഷൻ അഥവാ മേഖലയിലെ സഖ്യകക്ഷികളെ ഉപയോഗിച്ചുള്ള നീക്കങ്ങളെ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇസ്രയേലും മറ്റ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. മേഖലയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഏത് വെല്ലുവിളിയെയും നേരിടുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. ഭരണകൂടത്തിനുള്ളിലെ തീവ്രവാദ നിലപാടുകളുള്ളവർക്കാണ് ഇപ്പോൾ ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളിൽ മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളെ അനുകൂലിച്ച പ്രായോഗികവാദികൾ പോലും അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ കാരണം ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും യുദ്ധസാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ഈ ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഓഫ് അഥവാ രാഷ്ട്രീയ സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കാൻ നയതന്ത്രപരമായ ഒരു അത്ഭുതം തന്നെ സംഭവിക്കേണ്ടതുണ്ട്. ട്രംപ് തന്റെ ബിസിനസ് ബുദ്ധി ഉപയോഗിച്ച് പുതിയൊരു കരാർ മുന്നോട്ട് വെക്കുമോ അതോ സൈനികമായ നടപടിയിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പോരാട്ടമാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ ചാട്യം മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു മഹാദുരന്തത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. സമാധാനത്തിനായുള്ള അവസാന വാതിലും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിലെ അശാന്തമായ തിരമാലകൾ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് നൽകുന്നത്. ട്രംപിന്റെ ഓരോ നീക്കത്തിനും അപ്പുറം തങ്ങളുടേതായ പ്രതിരോധങ്ങൾ ഇറാൻ തീർത്തു കഴിഞ്ഞു. ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാമെന്ന അമേരിക്കൻ മോഹം പാളുകയാണെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സമയപരിധി നിശ്ചയിക്കാതെ ട്രംപ് നടത്തുന്ന കാത്തിരിപ്പ് ഇറാന്റെ ഈ തുറന്ന വെല്ലുവിളി കനത്ത മറുപടിയാണ് നൽകുന്നത്. ആഗോള വിപണിയും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്.